അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു വന്ന ഹൈബ്രിഡ് GPUവിനെ സപ്പോർട്ട് ചെയ്യാനും PS5 Proന്റെ ഓവറോൾ ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഇവർക്ക് പുതിയതായിട്ടുള്ള മെമ്മറി വേണ്ടി വന്നു. ഈ പറയുന്ന മെമ്മറി എന്ന് പറഞ്ഞാൽ അതും GPUവിനെ പോലെ ലാർജർ മെമ്മറിയാണ്. അതുപോലെ തന്നെ ലാർജർ ആണെന്ന് മാത്രമല്ല ഫാസ്റ്റർ ആയിട്ടുള്ള മെമ്മറിയും കൂടിയാണ്. ഫാസ്റ്റർ മെമ്മറി എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു ദ ബേസ് PS5 448 GB/s ആയിരുന്നു മെമ്മറിയുടെ സ്പീഡ്. പക്ഷേ PS5 Proയിലോട്ട് വന്നപ്പോഴത്തേക്കും അത് 576 GB/s ആക്കി ഇവർ ഉയർത്തി. അപ്പൊ കമ്പയർഡ് ടു ബേസ് PS5 28% ഫാസ്റ്റർ മെമ്മറിയാണ് PS5 Proയിൽ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ലാർജർ മെമ്മറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഈ ലാർജർ മെമ്മറി ശരിക്കും എന്തിനാണ് വേണ്ടത്? ഒന്ന്, ഇന്റഗ്രേറ്റിംഗ് PSSR നേരത്തെ പറഞ്ഞിരുന്നു, അതൊരു AI ലൈബ്രറി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഒരു AI സോഫ്റ്റ്വെയർ ആയിട്ട് കൂട്ടിക്കോ. ഈ PSSRന് കുറച്ച് ഇന്റേണൽ ബഫേഴ്സ് ഉണ്ട്. ഈ ഇന്റേണൽ ബഫേഴ്സിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇന്റേണൽ ബഫേഴ്സിന് ഏകദേശം ഒരു ഫ്യൂ 100 MB ഓഫ് മെമ്മറി ആക്സസ് എപ്പോഴും വേണം. അതുപോലെ തന്നെ റേ ട്രേസിംഗ് ആഡ് ചെയ്യുമ്പം, അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് ടെക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ റേ ട്രേസിംഗ് ആഡ് ചെയ്യുമ്പം അതിന് കൂടുതൽ മെമ്മറി ആവശ്യമായിട്ട് വരും. അടുത്ത് ഇൻക്രീസിംഗ് റെൻഡറിംഗ് റെസൊല്യൂഷൻ പറയണമെങ്കിൽ റേ ട്രേസിംഗിന്റെ കാര്യം ഒന്നുകൂടെ പറയണം. അതായത് റേ ട്രേസിംഗ് ഡേറ്റനെ യൂസ് ചെയ്യുന്നത് ഒരു ആക്സിലറേഷൻ സ്ട്രക്ചർ ത്രൂ ആണ്. ഈ ആക്സിലറേഷൻ സ്ട്രക്ചർ എന്താ നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ആക്സിലറേഷൻ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ കാൽക്കുലേഷൻസിനായിട്ട് കുറച്ചധികം മെമ്മറി ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2K റെസൊല്യൂഷൻ ആണ്. അതായത് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഒരു 2K റെസൊല്യൂഷൻ ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ റേ ട്രേസിംഗ് 2K റെസൊല്യൂഷൻ ക്വാളിറ്റിയിലുള്ള ഔട്ട്പുട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 4K ഔട്ട്പുട്ട് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന റേ ട്രേസിംഗ് അഥവാ ഈ പറഞ്ഞ ഒരു ആക്സിലറേഷൻ സ്ട്രക്ചർ 4K ക്വാളിറ്റിക്കുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം. അതായത് റേ ട്രേസിംഗ് കൂടുതലായിട്ട് മെമ്മറി ആക്സസ് അന്നേരം ചോദിക്കും. ഇനി പ്ലേ സ്റ്റേഷന് VR ഹെഡ്സെറ്റ്സ് ഉണ്ട്, PSVR എന്നും പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള VR ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുമ്പം അതിൽ കിട്ടുന്ന ഇൻപുട്ട് ഡിസ്പ്ലേ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ ഔട്ട്പുട്ട് ചെയ്ത് കൊടുക്കുന്ന ഡിസ്പ്ലേ അന്നേരം എന്ന് പറഞ്ഞാൽ 8K റെസൊല്യൂഷനാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ 8K റെസൊല്യൂഷനിൽ റേ ട്രേസിംഗ് ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം മെമ്മറി ഇത് ആക്സസ് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ടാണ് ഇവർക്ക് ലാർജർ മെമ്മറി ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ലാർജറും അതുപോലെ തന്നെ ഫാസ്റ്റർ മെമ്മറി നമ്മൾ ആദ്യമേ പറഞ്ഞു. അതുപോലെ തന്നെ ഗെയിംസിന് കൂടുതൽ മെമ്മറി വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പുതിയതായിട്ടൊരു 2GB DDR5 ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2GB DDR5 മെമ്മറി ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് മാർക്ക് സെർണി പറഞ്ഞത്. PS4 Pro ഇറക്കിയപ്പം അതിലും ഇവര് 2GB DDR4 മെമ്മറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. 16GB DDR5 അത് PS4 Proയിൽ. PS5 Proയിൽ വന്നപ്പം 16GB DDR6 ഓൾറെഡി ഉണ്ട്. അതിന്റെ ഒപ്പം ഒരു 2GB സ്ലോവർ DDR5 മെമ്മറിയും കൂടെ ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഈ 2GB സ്ലോവർ DDR5 മെമ്മറിയാണ് ഇനി മുതൽ അല്ലെങ്കിൽ PlayStation 5 Proയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനായിട്ട് വിട്ടുകൊടുത്തേക്കുന്ന മെമ്മറി. അതായത് ഇനി നമ്മുടെ ഫാസ്റ്റർ മെമ്മറിയിലോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് കൈകടത്താൻ നിൽക്കത്തില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ലോവർ മെമ്മറിയിൽ കടന്ന് കളിച്ചോളും. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഗെയിംസിന് വീണ്ടും ആ 16GB ഫാസ്റ്റർ മെമ്മറി ഗെയിംസിന് ഫുള്ളി ആക്സസ് ചെയ്യാവുന്ന ഒരു സ്ഥിതി വന്നു. അപ്പം ഫാസ്റ്റർ മെമ്മറിയാണ് എപ്പോഴും ഗെയിംസിന് ആവശ്യമായിട്ടുള്ളത്. അതായത് 576 GB/s ആണ് മെമ്മറി ആക്സസ് സ്പീഡ്. അടുത്ത സ്ലൈഡിൽ മാർക്ക് സെർണി പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് ടെക്നോളജി RDNA 2.x ആയിരുന്നെന്ന് നേരത്തെ ഒരു സ്ലൈഡിൽ കണ്ടിരുന്നു. അപ്പൊ പുള്ളി പറയുന്നത് എന്തുകൊണ്ട് ഇവർ RDNA 3 എടുത്തില്ല, പകരം RDNA 2.x ഫിക്സ് ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത്. RDNA 2 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ചിട്ട് പറയുവാണെങ്കിൽ കുറച്ചൊരു ഓൾഡ് ആർക്കിടെക്ചർ ആണ്. RDNA 3 എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ അല്ലെങ്കിലും ഒരു പ്രസന്റ് ആർക്കിടെക്ചർ, അതായത് മച്ച് മോർ കേപ്പബിൾ ദാൻ വാട്ട് ആൻ RDNA 2 is. അപ്പൊ പുള്ളി പറയുന്നത് RDNA 3 ഇവര് അഡോപ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഉണ്ടാവുന്ന മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഗെയിം പോർട്ട് ചെയ്യണം. അപ്പൊ അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പുള്ളി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100,000-ഓളം ഷെയ്ഡർ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മളൊരു സാധാരണ ഒരു ആവറേജ് ഗെയിം എടുത്തിട്ടുണ്ടെങ്കിൽ 100,000-ഓളം ഷെയ്ഡർ പ്രോഗ്രാം ഇരുന്ന് ഡെവലപ്പേഴ്സ് എഴുതി ഉണ്ടാക്കിയ സംഭവമാണ് RDNA 2 ആർക്കിടെക്ചറിൽ ഇവര് കളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്പൈഡർമാൻ 2 നമുക്ക് എടുക്കാം. സ്പൈഡർമാൻ 2 ബേസ് PS5 അതായത് 100,000 ഷെയ്ഡർ പ്രോഗ്രാംസ് ഇരുന്ന് എഴുതി ഉണ്ടാക്കിയാണ് ബേസ് PS5 കളിച്ചത്. പക്ഷേ നമ്മളിപ്പോൾ പോയിട്ട് RDNA 3 ആർക്കിടെക്ചർ PS5 Proയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ സ്പൈഡർമാൻ 2 PS5 Proയിൽ കളിക്കാൻ പറ്റത്തില്ല. കാരണം ഡെവലപ്പേഴ്സ് ഒന്നുകൂടെ പോയിട്ട് ഇതിന്റെ കോഡ്സ് ഫുള്ള് റീകമ്പൈൽ ചെയ്യണം. അതായത് ഒന്നുകൂടെ A to Z ഫുൾ ഇരുന്ന് എഴുതി ഉണ്ടാക്കണം പുതിയ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ കണ്ടു, സ്പെക്ഷീറ്റിൽ കണ്ടു, x86 64-bit ആർക്കിടെക്ചർ ആണ് RDNA 2. RDNA 3 വേറൊരു ആർക്കിടെക്ചർ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആർക്കിടെക്ചർ. അതുകൊണ്ട് ഗെയിംസ് പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സ്പൈഡർമാൻ 2 ഡെവലപ്പേഴ്സിന്റെ പേര് ഇൻസോംനിയാക് ഗെയിംസ് എന്ന.
ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ PS5 Proയിൽ RDNA 3 ആയിരുന്നു ഇവരിറക്കി എന്ന് വിചാരിക്കുക. അപ്പൊ ഇൻസോംനിയാക് ഗെയിംസിന്റെ അടുത്ത് സോണി ചെന്നിട്ട് പറയുക, ഞങ്ങൾ വേണ്ട പുതിയ പ്രോ വെർഷൻ ഇറക്കിയിട്ടുണ്ട്, അതിൽ RDNA 3 വരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഗെയിം ഒന്ന് പോർട്ട് ചെയ്ത് തരണം എന്ന് പറയുക. അപ്പൊ ഇൻസോംനിയാക് ഗെയിംസ് എന്ത് ചെയ്യും, അവരിരുന്ന് എഴുതി ഉണ്ടാക്കിയ സ്പൈഡർമാൻ 2 ഗെയിം ഒന്നുകൂടെ ഇരുന്ന് റീകമ്പൈൽ ചെയ്യും, A to Z ഫുൾ ഇരുന്ന് എഴുതി ഉണ്ടാക്കും പുതിയ ആർക്കിടെക്ചറിന് വേണ്ടി, അതായത് RDNA 3ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ RDNA 3ക്കുള്ള ഗെയിം ഇവർ പുതിയൊരു ഡിസ്ക് ആയിട്ടല്ല ഇവർ ഇറക്കുന്നത്, പഴയ ഗെയിമിലോട്ട് ഇത് അവരൊരു പാച്ച് ആയിട്ട് അപ്ലൈ ചെയ്യും. അപ്പം സെയിം ഡിസ്ക് ആയിരിക്കും PS5 ബേസ് കൺസോളിലും യൂസ് ചെയ്യുന്നത്, PS5 Pro കൺസോളിലും യൂസ് ചെയ്യുന്നത്. ഏത് കൺസോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഈ ഡിസ്ക് കൊണ്ട് അവരുടെ കൺസോളിൽ ഇടുമ്പോൾ, അതിപ്പോ ബേസ് PS5 ആണെങ്കിലും ശരി, PS5 Pro ആണെങ്കിലും ശരി, ഈ കൺസോളിൽ ഈ ഡിസ്ക് ചെല്ലുമ്പോഴത്തേക്കും കൺസോൾ എന്ത് ചെയ്യും, ഈ ഡിസ്കിലത്തെ കണ്ടന്റ്സ് ഫുള്ള് ഈ പറഞ്ഞ മെമ്മറിയിലോട്ട് കയറ്റും. മെമ്മറിയിലോട്ട് കയറ്റിയിട്ട് കൺസോൾ നോക്കും, ഇതിലേതാണ് എന്റെ വെർഷൻ, അതായത് RDNA 2നുള്ള വെർഷൻ ഗെയിം കിടപ്പുണ്ട്, RDNA 3ക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമും കിടപ്പുണ്ട്. അപ്പൊ മെമ്മറിയിൽ 2 ഗെയിം വേർഷൻസ് അറ്റ് എ ടൈം കിടക്കും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഒന്നാമത് മെമ്മറി ആക്സസ് മാക്സിമം ഗെയിംസിനായിട്ട് വിട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നു, മാക്സിമം ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അന്നേരമാണ് വേണ്ട 2 വെർഷൻസ് ഓഫ് എ സിംഗിൾ ഗെയിം മെമ്മറിയിൽ വന്ന് കിടക്കുന്നത്. ഇത് മെമ്മറിക്ക് ഭയങ്കര പോരായ്മയാണ്. അപ്പം ബേസ് PS5 ആണെങ്കിലും ശരി, PS5 Pro ആണെങ്കിലും ശരി, 2 ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കുന്ന കോഡ് ഒരേ സമയത്ത് മെമ്മറിയിലോട്ട് കയറ്റി നോക്കണം. എന്നിട്ട് എന്താ, ഇതിൽ ആവശ്യമുള്ളത് മാത്രം കമ്പൈൽ ചെയ്തെടുത്താൽ മതി കൺസോളിന്. അപ്പം ആവശ്യമില്ലാത്തത് മെമ്മറിയിൽ അന്നേരവും കിടക്കുക. അതായത് ചുമ്മാ മെമ്മറി വേസ്റ്റേജാണ്. മെമ്മറിക്ക് മാത്രമല്ല, ഓവറോൾ സിസ്റ്റം യൂസേജിനും ഈ പറഞ്ഞ പോലെ അഡീഷണൽ കോഡ് ചുമ്മാ മെമ്മറിയിൽ വന്നോ അല്ലെങ്കിൽ ചുമ്മാ കൺസോളിലോട്ട് അഡീഷണൽ കോഡ് വരുന്നത് കൺസോളിന് നല്ലതല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേസ് PS5ന് വേണ്ടിയിട്ട് കമ്പൈൽ ചെയ്തേക്കുന്ന കോഡ് PS5 Proയിൽ വർക്കാവില്ല. അതുപോലെ PS5 Proയിന് വേണ്ടി കമ്പൈൽ ചെയ്തേക്കുന്ന കോഡ് ബേസ് PS5ൽ വർക്കാവത്തില്ല. അപ്പം 2 വേർഷൻസ് ഓഫ് ദ എക്സിക്യൂട്ടബിൾ കോഡ് മെമ്മറിയിൽ അറ്റ് എ ടൈം വന്ന് കിടക്കും. പക്ഷേ കൺസോൾ അത് യൂസ് ചെയ്യുവോ? ഇല്ല, അതിലത്തെ ഒരെണ്ണമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി യൂസ് ചെയ്യുന്ന സംഭവം യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അറ്റ് ദ സെയിം ടൈം യൂസ് ചെയ്യാത്ത സംഭവം അവിടെ മെമ്മറി കിടക്കുകയും ചെയ്യും, സിസ്റ്റം യൂസ് ചെയ്യാതെ. അതായത് മെമ്മറി ചുമ്മാ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവര് പുതിയ ഒരു ആർക്കിടെക്ചറിൽ എടുക്കാതിരുന്നത്. കാരണം അത് ഡെവലപ്പേഴ്സിന് അധികപ്പണിയാവും. ഇനി ഡെവലപ്പേഴ്സ് അധികപ്പണി ചെയ്താൽ തന്നെ കൺസോളിന് അത് അധികപ്പണിയാവും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ന് വെച്ചിട്ട് ഇവർ ഈ ന്യൂവർ ടെക്നോളജി എടുത്തില്ല എന്ന് പറയുന്നില്ല. പകരം ന്യൂവർ ടെക്നോളജി, അതായത് RDNA 3യിൽ നിന്ന് ഇവർക്ക് എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇവർ അടിച്ചു മാറ്റിയെന്നാണ് പുള്ളി പറയുന്നത്. അതിന് പുള്ളി എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ജോമെട്രി പൈപ്പ് ലൈൻസ് ഇവർ RDNA 3യിൽ നിന്ന് പോയിട്ട് എടുത്ത് RDNA 2ൽ കൊണ്ടുവച്ചിട്ടുണ്ട്. RDNA 3യിൽ കിടക്കുന്ന ജോമെട്രി പൈപ്പ് ലൈൻസ് ഇവർ RDNA 2യിലോട്ട് കൊണ്ടുവന്ന് വെച്ചപ്പം, അതായത് ഈ ജോമെട്രി പൈപ്പ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ജോമെട്രി പൈപ്പ് ലൈൻസ് കമ്പയർ ടു RDNA 2. RDNA 3യിൽ കിടക്കുന്ന ജോമെട്രി പൈപ്പ് ലൈൻസ് RDNA 2ൽ കൊണ്ടുവന്ന് വെച്ചപ്പം certain aspects of vertex and primitive processing are faster എന്നാണ് മാർക്ക് സെർണി പറഞ്ഞത്. ഇനി ഇതിലത്തെ വെർട്ടെക്സ് പ്രോസസിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. പ്രിമിറ്റീവ് പ്രോസസിംഗ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ജോമെട്രി പൈപ്പ് ലൈൻസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അപ്പൊ അത് മൂന്നും നിങ്ങളൊന്ന് നോക്കുക. അത് കുറച്ചധികം ടെക്കായി പോകും, അത്രയും നീട്ടാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം അത് പറയാത്തത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഈ ജോമെട്രി പൈപ്പ് ലൈൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പം certain aspects of vertex and primitive processing PS5 Proയിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയെന്നാണ് മാർക്ക് സെർണി പറയുന്നത്. അപ്പം എന്തായാലും ബേസിക്കലി ഗുണം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടെ പുള്ളി പറയുന്നുണ്ട്, അതായത് ഇത്തരത്തിലുള്ള ജോമെട്രി പൈപ്പ് ലൈൻസ് കൊണ്ടുവരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ RDNA 3യിലുള്ള ജോമെട്രി പൈപ്പ് ലൈൻസ് എക്സ്ട്രീംലി പവർഫുൾ ആണ് വെൻ കമ്പയർഡ് ടു RDNA 2 ജോമെട്രി പൈപ്പ് ലൈൻസ്. ഈ ജോമെട്രി പൈപ്പ് ലൈൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗെയിം എഞ്ചിന് ഡയറക്റ്റ് ജോമെട്രി പൈപ്പ് ലൈൻ മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ ഗെയിം എഞ്ചിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അതിനായിട്ട് കോഡ് റീക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. അപ്പൊ ഇവിടെ ഗെയിം എഞ്ചിന് മനസ്സിലാവുന്നില്ല ഇന്നൊരു ഹാർഡ്വെയർ മാറിയ കാര്യം. അപ്പൊ അതുകൊണ്ട് അതിനായിട്ടുള്ള കോഡ് ഡെവലപ്പേഴ്സിന് എഴുതി ഉണ്ടാക്കേണ്ടി വരുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പുതിയ ടെക് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു, അതിനായിട്ടുള്ള കോഡ് എക്സ്ട്രാ നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നുമില്ല. അതുകൊണ്ടാണ് ഇവർ ജോമെട്രി പൈപ്പ് ലൈൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാരണം ഗെയിം എഞ്ചിന് അത് കാണാൻ പറ്റുന്നില്ല, അല്ലെ ഗെയിം എഞ്ചിന് ഇത് മാറിയ കാര്യം അറിയുന്നില്ല. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സ്ലൈഡിൽ കാണുന്നത്. അതായത് RDNA 2.x ആണ് ഇവരെടുത്തേക്കുന്നത് കൊണ്ട് ഇവർക്ക് ഗെയിംസ് ഫുള്ള് റീകമ്പൈൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഷെയ്ഡർ പ്രോഗ്രാംസ് ഫുള്ള് ഇരുന്ന് മാറ്റി എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് കുറച്ച് ട്വീക്സ് അവിടെ ഇവിടെ കൊടുത്താൽ മാത്രം മതി. അപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ സ്പൈഡർമാൻ 2 ഇവർ പുതിയ PS5 Pro ഇറക്കിയെന്നും പറഞ്ഞ് സ്പൈഡർമാൻ 2ന്റെ പുതിയ വെർഷൻ ഇവർക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നില്ല. പകരം പഴയ വെർഷൻ ഇവർ പാച്ച് ചെയ്തു. ആ പാച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് കോഡിംഗ് അവിടെ ഇവിടെ കുറച്ച് വ്യത്യാസം വരുത്തി. അപ്പം സെയിം ഡിസ്ക് തന്നെ 2 കൺസോളിനും കൊടുത്തു. ഈ പറഞ്ഞ പോലെ കൺസോൾ 2 എക്സിക്യൂട്ടബിൾ കോഡ് ഇല്ല, ഒറ്റ എക്സിക്യൂട്ടബിൾ കോഡേ ഉള്ളൂ. അതുകൊണ്ട് മെമ്മറി ഫ്രീ അപ്പ്
ആയി ഡെവലപ്പേഴ്സിന് പണി കുറവ്, കൺസോളിന് അതിൻ്റെതായ നേട്ടം. അപ്പം നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിൽ പറഞ്ഞ ആ ഒരു കാര്യമില്ലേ, മിനിമൽ എഫേർട്ട് ഫോർ ദ ഡെവലപ്പേഴ്സ് ആൻഡ് മാക്സിമം ഗെയിൻ ഫോർ ദ ഗെയിമേഴ്സ്. അപ്പൊ അതാണ് ഇവിടെ കാണുന്നത്. അതായത് ഡെവലപ്പേഴ്സിന്റെ എഫേർട്ട് ഇവിടെ വളരെ കുറവ്, പക്ഷേ ഗെയിമേഴ്സിന് ഈ പറഞ്ഞ പുതിയ ജോമെട്രി പൈപ്പ് ലൈൻസും സംഭവം പുതിയ ഹാർഡ്വെയറും ഫാസ്റ്റർ മെമ്മറിയും ഒക്കെ വന്നപ്പം ഗെയിം ഈ പറഞ്ഞ അഡ്വാൻസ് റേ ട്രേസിംഗും എല്ലാം വന്നപ്പം ഗെയിം ബെറ്റർ ആയിട്ട് ഇതിൽ റെൻഡർ ചെയ്യുന്നുമുണ്ട്. അതായത് ഗെയിമേഴ്സ് നോക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടുന്നുണ്ട്. അടുത്ത സ്ലൈഡിൽ പുള്ളി ഫ്ലോപ്പ് ഫ്ലാഷ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കണ്ടത്. അതായത് നമ്മൾ സ്പെക് ഷീറ്റിൽ ഏറ്റവും ആദ്യമേ കണ്ടായിരുന്നു GPUവിന്റെ പവർ അളക്കുന്ന മെഷർമെന്റ്. അതെന്തായിരുന്നു? ടെറാഫ്ലോപ്സ് എന്നും പറഞ്ഞിട്ടായിരുന്നു. ബേസ് PS5 10 ടെറാഫ്ലോപ്സും PS5 പ്രോയില് 16.7 ടെറാഫ്ലോപ്സും ആയിരുന്നു. അപ്പൊ മാർക്ക് സെർണി പറഞ്ഞു ബേസ് PS5 10 ടെറാഫ്ലോപ്സ് ആയിരുന്നുവെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ എക്സ്ബോക്സ് സീരീസ് എക്സിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 12.7 സംതിങ് ടെറാഫ്ലോപ്സ് എങ്ങാണ്ടായിരുന്നു അതിന്റെ GPU സെറ്റ് ചെയ്തിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബേസ് PS5ലും മൈക്രോസോഫ്റ്റിന്റെ എക്സ്ബോക്സ് സീരീസ് എക്സിലും സെയിം ആർക്കിടെക്ചർ ആയിരുന്നു, GPU ആർക്കിടെക്ചർ, അതായത് RDNA 2. പക്ഷേ സോണി കുറച്ച് താത്തിയാണ് ക്ലോക്ക് ചെയ്തത്, അതായത് 10 ടെറാഫ്ലോപ്സ്. എക്സ്ബോക്സ് സീരീസ് 6 അത് ഏകദേശം 12.5 12.7 അതോ ഈവൻ 13 ടെറാഫ്ലോപ്സ് അങ്ങനെ എങ്ങാണ്ടായിരുന്നു അതിൽ സെറ്റ് ചെയ്തത്. അതോ അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സെയിം ആർക്കിടെക്ചർ ആയിരുന്നു, പക്ഷേ ഡിഫറെന്റ് ക്ലോക്കിംഗ്സ് ആയിരുന്നു രണ്ട് സിസ്റ്റം യൂസ് ചെയ്തത്. അപ്പൊ RDNA 2 ഈവൻ ഒരു 15 ടെറാഫ്ലോപ്സ് വരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു PS5 പ്രോയുടെ ലോഞ്ചിന് മുന്നേ PS5 പ്രോ വരുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ ദ ടെറാഫ്ലോപ്സ് ആണ് RDNA 3 സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് RDNA 3 ചിലപ്പോൾ PS5 പ്രോയിൽ വരും. RDNA 3 അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ PS5 പ്രോയിന്റെ എഫക്റ്റീവ് പവർ എത്രയായിരിക്കും, അല്ലെങ്കിൽ GPUവിന്റെ മെഷർമെന്റ് എത്രയായിരിക്കും? ഡബിൾ ദ പെർഫോമൻസ് അല്ലേ? അപ്പം 15x2 അതായത് 30 ടെറാഫ്ലോപ്സ് ആയിരിക്കും PS5 പ്രോയിന്റെ ഗ്രാഫിക്കൽ പവർ എന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, സ്പെക്കുലേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ പ്രസന്റേഷനിൽ വന്നിട്ട് മാർക്ക് സെർണി പറയുക, നിങ്ങൾ പറയുന്ന പോലെ 30 ടെറാഫ്ലോപ്സ് പവർ ഒന്നും ഇതിനില്ല, പകരം 16.7 ടെറാഫ്ലോപ്സ് ഇതിനുള്ളൂ. അപ്പൊ ഇത് കേട്ടപ്പോൾ ആൾക്കാർക്ക് എന്താ ഭയങ്കര നിരാശ. കാരണം എന്നാ, അവർ 30 ടെറാഫ്ലോപ്സ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു, അതായത് ഗെയിംസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കാം. പക്ഷേ ആള് വന്നിട്ട് ഇപ്പൊ പറയുക വെറും 16.7 ടെറാഫ്ലോപ്സേ ഉള്ളൂ എന്ന്. അപ്പൊ മാർക്ക് സെർണി പറഞ്ഞു, നിങ്ങൾ ഇത് കേട്ടിട്ട് വലിയ നിരാശരാവണ്ട, കാരണം ടെറാഫ്ലോപ്സ് അല്ല ഗെയിമിന്റെ ഭംഗിനെ നിശ്ചയിക്കുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് കാണുന്ന ഒരു ചാനലുണ്ട്, അതിന്റെ പേര് ഡിജിറ്റൽ ഫൗണ്ടറി എന്ന്. ഈ ഡിജിറ്റൽ ഫൗണ്ടറിക്കാർ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അവർ ഓരോ ഗെയിം എടുത്തിട്ട് ഭയങ്കര അനാലിസിസ് നടത്തും. അതിന്റെ റെൻഡറിങ് എങ്ങനെയുണ്ടായിരുന്നു, ഓരോ കൺസോളിലും എങ്ങനെ റെൻഡർ ചെയ്തു, എന്തൊക്കെ ഡെവലപ്പേഴ്സ് അതിൽ നോക്കിയിട്ടുണ്ട്, എങ്ങനെ എത്രത്തോളം അതിന്റെ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ചാനലാണ് ഡിജിറ്റൽ ഫൗണ്ടറി എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാനൽ ഒന്ന് കണ്ടു നോക്കും, നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ്. അപ്പം മാർക്ക് സെർണി പുള്ളിയുടെ പ്രസന്റേഷനിൽ ഈ ഡിജിറ്റൽ ഫൗണ്ടറി പറഞ്ഞ ഒരു സംഭവം പുള്ളി കോട്ട് ചെയ്തു. അത് ഡിജിറ്റൽ ഫൗണ്ടറിക്ക് വൺ പബ്ലിസിറ്റി ആയി പോയി, അത് വേറെ കാര്യം. മാർക്ക് സെർണി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഡിജിറ്റൽ ഫൗണ്ടറിക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത്. അപ്പം ഡിജിറ്റൽ ഫൗണ്ടറിക്കാർ എന്താ പറഞ്ഞേക്കുന്നത്? അവർ പറഞ്ഞേക്കുന്നത് ഡബിൾ ദ ടെറാഫ്ലോപ്സ് ഉള്ളത് എപ്പോഴും നല്ലതാണ് ഓൺ പേപ്പർ, പക്ഷെ അത് ഒരിക്കലും റിയൽ വേൾഡ് പെർഫോമൻസിലോട്ട് കൺവേർട്ട് ആവില്ലെന്നാണ് ഡിജിറ്റൽ ഫൗണ്ടറിക്കാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മാർക്ക് സെർണി അത് തന്നെ കോട്ട് ചെയ്തിട്ട് ഈ പ്രസന്റേഷനിൽ പറഞ്ഞു, നിങ്ങളപ്പം നോക്ക്, ഡബിൾ ദ ടെറാഫ്ലോപ്സ് ഞാൻ ഇവിടെ കൊണ്ടുവന്നെന്നും പറഞ്ഞ് നിങ്ങൾ ഡബിൾ ദ പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്, അല്ലെങ്കിൽ ടെറാഫ്ലോപ്സ് നമ്പേഴ്സ് ജസ്റ്റ് ഫൈനൽ റിസൾട്ടിന്റെ ഒരു വാല്യൂ അല്ല. അടുത്ത സ്ലൈഡിൽ എങ്ങനെ ഈ 16.7 ടെറാഫ്ലോപ്സ് നമ്പറിൽ വന്നു എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ബേസ് PS5 പറയുവാണ് 18 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് ഉണ്ടായിരുന്നു, PS5 പ്രോയിൽ അത് 30 ആയി, ഇൻറ്റു ഒരു 4 അത് SIMD പെർ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സർ. SIMD എന്താണെന്നുള്ളത് വരും സ്ലൈഡുകളിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇൻറ്റു 64 ഫ്ലോപ്സ് അഥവാ SIMD പെർ ക്ലോക്ക്. ആ ഇൻറ്റു 64 എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇൻറ്റു 2.17 GHz. ഈ 2.17 GHz എന്ന് പറഞ്ഞാൽ ഓരോ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സറിന്റെയും ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. അപ്പം ഇതിൽ 18 × 4 × 64 × 2.17 ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ 10 ടെറാഫ്ലോപ്സ് വരുന്നത്. അപ്പം 18 സ്ഥാനത്ത് 30 ആയപ്പോഴത്തേക്കും PS5 പ്രോയിൽ കറസ്പോണ്ടിങ് കാൽക്കുലേഷൻ 16.7 ടെറാഫ്ലോപ്സ് എന്ന് പറഞ്ഞു വന്നു. നമ്മൾ ആദ്യമേ കണ്ട സ്ലൈഡുകളിൽ നിന്നും പിന്നെ ഇപ്പൊ കണ്ട കാൽക്കുലേഷനിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിരുന്നു. എന്താണ്? PS5 പ്രോയിൽ 30 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സും ബേസ് PS5 18 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സും. ഞാൻ പറഞ്ഞു ഓരോ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സറും 2.17 ആണ് അതിന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, 2.17 GHz. പിന്നെ ഇക്കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കാൽക്കുലേഷനും കണ്ടു. അപ്പം ഫൈനൽ റിസൾട്ട് എന്താണ്? 16.7 ടെറാഫ്ലോപ്സ് പവർ ഫോർ PS5 Pro വേഴ്സസ് 10 ടെറാഫ്ലോപ്സ് പവർ ഫോർ ബേസ് PS5. അപ്പം ഈ ഒരു ഡിഫറൻസ് നോക്കിയാൽ 6.7 ടെറാഫ്ലോപ്സ് ആ വരുന്നത്. ബേസ് പവർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 10 ടെറാഫ്ലോപ്സ്. അപ്പൊ 6.7 ഡിവൈഡഡ് ബൈ 10 അതായത് 0.67, അതായത് 67% കൂടുതൽ പവർ ആണ് PS5 പ്രോയിൽ വരുമ്പോൾ. പക്ഷേ അപ്പൊ നമ്മൾ ഓർക്കും, ഇപ്പം ഫോർ എക്സാമ്പിൾ സ്പൈഡർമാൻ 2 എടുക്കാം. സ്പൈഡർമാൻ 2 ബേസ് PS5 കളിച്ചതിന്റെ 67% ബെറ്റർ ആയിട്ട്
PS5 പ്രോയിൽ വരുമ്പോൾ റെൻഡർ ചെയ്യുമെന്നാണ് നമ്മൾ ഈ കണക്കുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. കാരണം റിയൽ ലൈഫിലോട്ട് വരുമ്പം കുറച്ചുകൂടെ ഫാക്ടേഴ്സ് ഇതിൽ ഇൻവോൾവ് ആണ്. അത്തരത്തിലുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ ഗെയിമും ഈ പുതിയ ആർക്കിടെക്ചറിൽ റൺ ചെയ്യുമ്പം ഇത് ഈ പറഞ്ഞ RDNA 3 അല്ലെങ്കിൽ പോലും RDNA 2.x എന്ന് പറഞ്ഞാൽ ഗെയിം എഞ്ചിനെ സംബന്ധിച്ച് അതൊരു പുതിയൊരു ആർക്കിടെക്ചറാണ്. അപ്പം ഗെയിം ആദ്യമേ എല്ലാം ഒന്ന് നോക്കും. ഇതെങ്ങനെയാ, പഴയതിൽ നിന്ന് എന്താണ് വ്യത്യാസം, ഇതിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഗെയിം ഒന്ന് അനലൈസ് ചെയ്യും. ഗെയിം അനലൈസ് ചെയ്യുന്നിടത്ത് കുറച്ച് സ്പീഡ് റിഡക്ഷൻ സംഭവിക്കും. പിന്നെ അതുപോലെ തന്നെ മെമ്മറി ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 28% ഫാസ്റ്റർ മെമ്മറി PS5 പ്രോയിലുണ്ട്. പക്ഷേ മെമ്മറി ബാൻഡ് വിഡ്ത്തും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. കാരണം എപ്പോഴാ റേ ട്രേസിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് റെൻഡറിംഗ് റെസൊല്യൂഷൻ കൂടുമ്പം ഈ പറഞ്ഞ ബാൻഡ് വിഡ്ത്ത് ഇഷ്യൂസ്, മെമ്മറി ബാൻഡ് വിഡ്ത്ത് ഇഷ്യൂസ് സംഭവിക്കും. അപ്പം 67% ഫാസ്റ്റർ GPUവും 28% ഫാസ്റ്റർ മെമ്മറിയും റിയൽ ലൈഫ് പെർഫോമൻസിലോട്ട് ഇത് രണ്ടും കൂടെ കൺവേർട്ട് ആവുമ്പം ഓൾമോസ്റ്റ് ഒരു 45% പെർഫോമൻസ് ബൂസ്റ്റ് ആണ് PS5 പ്രോയിൽ കിട്ടുന്നത്. അപ്പൊ ഇൻ എഫക്റ്റ് നമ്മൾ ഏത് ഗെയിം എടുത്താലും, അല്ലെങ്കിൽ ഇൻ എഫക്റ്റ് നമ്മൾ ബേസ് പവർ പറയുവാണെങ്കിൽ ബേസ് PS5ലും 45% ബെറ്റർ പ്രോസസിംഗ് പവർ ആണ് PS5 പ്രോയ്ക്ക് പിന്നെ റിയൽ വേൾഡ് സെറ്റിംഗ് എന്ന് പറയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പം ഒരു 60 FPS 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമ്മളൊരു ഗെയിം കളിക്കുക. ബേസ് PS5ല് 16 മില്ലി സെക്കൻഡ് ആയിരുന്നു എടുത്തിരുന്നത് ഒരു ഫ്രെയിം ജനറേറ്റ് ചെയ്യാനാണെങ്കിൽ PS5 പ്രോയിൽ വരുമ്പം വെറും 11 മില്ലി സെക്കൻഡ് മതി. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ, 5 മില്ലി സെക്കൻഡ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുക. ഈ 5 മില്ലി സെക്കൻഡ് വേറെ എന്തിനു വേണ്ടിയിട്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്തായാലും ഗെയിം 60 ഫ്രെയിംസേ ഒരു സെക്കൻഡിൽ ജനറേറ്റ് ആവത്തുള്ളൂ. നമുക്കപ്പം ഒരു ഫ്രെയിം ജനറേറ്റ് ചെയ്യാൻ അഡീഷണൽ സമയം നമുക്കിപ്പോൾ അനുവദിച്ച് കിട്ടുക. അപ്പൊ നമ്മൾ ഓൾറെഡി ആ ഫ്രെയിം ജനറേറ്റ് ചെയ്ത് വെച്ചു, മിച്ചമുള്ള 5 മില്ലി സെക്കൻഡ് നമുക്ക് വേറെ എന്തെങ്കിലും സംഭവം ചെയ്യാം. അപ്പൊ മാർക്ക് സെർണി പറഞ്ഞു ഈ 5 മില്ലി സെക്കൻഡ് ആണ് ഇവര് അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ മാർക്ക് സെർണി പറയുവാണ് ഇവര് ഈ ഒരു PS5 ഐഡിയേഷൻ സമയത്ത് തന്നെ ഓൾറെഡി ഗെയിംസിൽ റേ ട്രേസിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊരു ഇവർക്ക് ബേസ് PS5ൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റേ ട്രേസിംഗിന്റെ കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ പെർസ്പെക്റ്റീവിൽ നിന്ന് കോസ്റ്റ്ലി എന്നാണ് പുള്ളി ഉദ്ദേശിച്ചേക്കുന്നത്. അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇവർ ആ കോസ്റ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻ പെട്ടെന്നാക്കുവാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കുറയും. കാരണം ഒരു കാൽക്കുലേഷന് 10 സെക്കൻഡ് എടുക്കുക ഓർത്തോ, അപ്പം 10 സെക്കൻഡ് നേരത്തോളം ഹാർഡ്വെയർ അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സെയിം കാൽക്കുലേഷൻ 5 സെക്കൻഡ് തീർക്കുമെങ്കിൽ എന്താ, ഹാർഡ്വെയർ അല്ലെങ്കിൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ വെറും 5 സെക്കൻഡ് നേരത്തേക്ക് മതി. അങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നത്. അപ്പൊ മാർക്ക് സെർണി പറഞ്ഞു ഇവർ ഈ ഒരു റേ ട്രേസിംഗ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ ആക്സിലറേറ്റഡ് ആക്കുക. റേ ട്രേസിംഗിനെ ആക്സിലറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റേ ട്രേസിംഗ് കാൽക്കുലേഷനെ ആക്സിലറേറ്റ് ചെയ്യുന്നു. കാരണം റിസോഴ്സ് യൂട്ടിലൈസേഷൻ കുറയ്ക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് സ്ട്രീം ലൈൻഡ് എന്ന് പറയുന്നത്. അതാണ് ആക്സിലറേറ്റഡ് ആൻഡ് സ്ട്രീം ലൈൻഡ് റേ ട്രേസിംഗ് എന്ന് പറയുന്നത്. 67% മോർ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് PS5 പ്രോയിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം 30 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് PS5 പ്രോയിൽ ഉണ്ടെന്ന് മാത്രമല്ല ഈ ഓരോ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സറും ബേസ് PS5നെ അപേക്ഷിച്ചിട്ട് കൂടുതൽ പെർഫോമന്റ് ആണെന്നാണ് പറയുന്നത്. പെർഫോമന്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പെർഫോമൻസ് തരും. അപ്പൊ മാർക്ക് സെർണി പറഞ്ഞു ഇത്തരത്തിൽ മോർ എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ പെർഫോമന്റ് ആയിട്ടുള്ള വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് ഉള്ളത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ആക്സിലറേറ്റഡ് ആൻഡ് സ്ട്രീം ലൈൻഡ് റേ ട്രേസിംഗ് സാധ്യമാകുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. ഈ ഒരു അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് അല്ലെ അഡ്വാൻസ്ഡ് ആൻഡ് സ്ട്രീം ലൈൻഡ് റേ ട്രേസിംഗിന് 2 കീ ഫീച്ചേഴ്സ് ഉണ്ടെന്നും പറഞ്ഞാണ് പുള്ളി പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ന്യൂ ആക്സിലറേഷൻ സ്ട്രക്ചർ, അത് BVH8 ഫോർമാറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണെന്ന് നമ്മൾ വരും സ്ലൈഡുകളിൽ കാണും. അതുപോലെ ഡബിൾ സ്പീഡ് റേ ഇന്റർസെക്ട് അതും നമ്മൾ കാണും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് മാനേജ്മെന്റ് ഇൻ ഹാർഡ്വെയർ. ബേസിക്കലി ന്യൂ ആക്സിലറേഷൻ സ്ട്രക്ചറും സ്റ്റാക്ക് മാനേജ്മെന്റ് ഇൻ ഹാർഡ്വെയറും ഇതെന്താണെന്ന് നമുക്ക് നോക്കാം.